ജലീലും ജയിലും. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭയിലെ 19, 20, 22 എന്നീ വാർഡുകളിൽ SSLCക്ക് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. ആ ചടങ്ങിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറി എന്ന വലിയ വിമർശനമാണ് ഉയർന്നത്. ഓരോ കുട്ടികളെയും വിളിച്ച് അവരെ പരസ്യമായി അപമാനിച്ചു. അവർക്ക് അഡ്രസ്സ് എഴുതാൻ അറിയില്ല, അവർക്ക് അക്ഷരം അറിയില്ല തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ജലീലിനെതിരെ ഉയർന്നു. അദ്ദേഹം പിന്നീട് ഈ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ FB പോസ്റ്റിലൂടെ തൻ്റെ നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടും കാര്യമായില്ല. ബാലാവകാശ കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. കുട്ടികളെ പരസ്യമായി അപമാനിച്ചതിൻ്റെ പേരിൽ കേസെടുത്തു. ഈ വിഷയത്തിൽ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞത്, ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജലീലിനെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ അപ്പോൾ തീരുമാനിക്കാമെന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. അദ്ദേഹം അധ്യാപകനാണ് എങ്കിൽ ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളോട് പെരുമാറേണ്ടത്. തികച്ചും കുറ്റകരവും അനുചിതവുമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത നടപടികൾ തുടരുന്നതാണ് അതിന്റെ ശരിയായിരിക്കും. ഇന്ന് KT ജലീൽ തന്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു തരത്തിലെ നിയമലംഘനവും അവിടെ നടന്നിട്ടില്ല. അവിടെ കുട്ടികൾക്കോ ആ പരിപാടി സംഘടിപ്പിച്ചവർക്കോ രക്ഷിതാക്കൾക്കോ യാതൊരു പരാതിയുമില്ല. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് ഇതുവരെയായിട്ടും ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലെ നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ FIR ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന് പറഞ്ഞത് കേട്ടുകേൾവി മാത്രമാണ്. എന്ന് മാത്രമല്ല, ഈ കുട്ടികൾക്കാർക്കെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ ഞാൻ അവരോട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. ഒരു പടി കൂടി കടന്നുകൊണ്ട് ജലീൽ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഞാൻ ജയിലിൽ പോകാനും തയ്യാറാണ്. ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി എനിക്കെതിരെ കേസ് വന്നു, ആ കേസിന്റെ ഭാഗമായി വിധി വന്നു, ആ വിധിയുടെ പശ്ചാത്തലത്തിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നാൽ ഞാൻ ജയിലിലും പോകാമെന്നാണ് ഇന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ജലീൽ പറഞ്ഞത്. അതായത് തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. മാത്രമല്ല, സമസ്ത നേതാവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതുപോലൊരു വിഷയം വന്നപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചതുമില്ല. അതും ഇന്ന് KT ജലീൽ പറഞ്ഞു. ഇന്നലെ അല്ലെങ്കിൽ മിനിയാന്നത്തെ ചടങ്ങിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് അതിൽ വല്ല അപമാനവും അവർക്ക് തോന്നി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 വട്ടം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കഴിഞ്ഞ 10 കൊല്ലം പഠിച്ച കുട്ടി ആണോ, അല്ലെങ്കിൽ അത് പഠിച്ചു എന്നുള്ളത് കൊണ്ടാണോ കേരളം എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എന്ന് എഴുതിയപ്പോൾ കാരളം എന്നായത്? 910 എന്ന് പറയേണ്ടതിന് പകരം 910 എന്ന് നിയമസഭയിൽ പറഞ്ഞ വ്യക്തി ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചു വന്നതാണോ? ഈ ബാലാവകാശ കമ്മീഷനോ ആരെങ്കിലും ബന്ധപ്പെട്ടോ? പിന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ആയിക്കോട്ടെ, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതില് താങ്കളുടെ നടപടി കുറ്റകരവും അനുചിതവുമായ നടപടി എന്നാണ് ബിന്ദു കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അത് അല്ല, റിപ്പോർട്ട് അവതരിപ്പിച്ചു, അതാണ് ഞാൻ പറഞ്ഞ അവര് കേസെടുത്തോട്ടെ, അതിനെന്താ? അതിന് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ അപമാനിച്ചു എന്നുള്ളത് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അവരോട് ഞാൻ നിർവ്യാജം മാപ്പും ചോദിക്കും, ക്ഷമാപണവും നടത്തും. അങ്ങനെ പറയാത്തിടത്തോളം കാലം ക്ഷമയുടെയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കലിന്റെയോ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. മന്ത്രിമാര് ഇപ്പൊ എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിഷയമാക്കി കൊണ്ടുവന്നാൽ നമ്മളുടെ സ്കൂളുകളിൽ അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കും? ഒരു അപമാനവും ഇല്ല എന്നല്ലേ ആ കുട്ടികൾ പറഞ്ഞത്? കുട്ടികൾ പറഞ്ഞോ ഞങ്ങൾക്കത് മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞോ? കാരണം കുട്ടികളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ആ കുട്ടികൾക്ക് ഒരിക്കലും അത് തോന്നില്ല. പിന്നെ മുസ്ലിയാരെ ശിക്ഷിച്ചോ? അതെ, ശിക്ഷിച്ചോ? അല്ല, ശിക്ഷിച്ചോ? എന്നിട്ട് അതെന്തായിരുന്നു പ്രശ്നം? അതും ഇതും നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. അല്ലല്ല, സമാന സംഭവം അല്ല. അല്ല, അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കുട്ടിയെ ക്ഷണിച്ചു. ആ കുട്ടി പെൺകുട്ടിയാണ്, കുറച്ച് മുതിർന്ന കുട്ടിയാണ്. ആ കുട്ടിയെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിച്ചതാണ് പ്രശ്നം. നമ്മൾ അങ്ങനെയാണോ ചോദിച്ചത്? കുട്ടികൾക്ക്
എഴുതാൻ അറിയില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതിൽ എല്ലാ കുട്ടികളും, ഒരു കുട്ടി മാത്രമാണ് തെറ്റുവരുത്തിയത്. ഒരു ലാ മാ എന്നുള്ളതിന് പകരം ലാ എന്ന് എഴുതിയത്, അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിനെന്താ തെറ്റ്? അല്ല, അതിനെന്താണ്? നമുക്കിപ്പോ ഒരു കാര്യം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ന് യഥാർത്ഥത്തിൽ തിരുത്തി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ മയ കുയി എന്നൊക്കെ പറയോ? അല്ല, അത് പറയും. അല്ല, അത് പറയും. ആരാ പറഞ്ഞത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം? അല്ല, എനിക്ക് കേസെടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. ഞാൻ പ്രശ്നമില്ല എന്നല്ലേ പറഞ്ഞത്. എനിക്ക് പ്രശ്നമില്ല. അല്ലല്ല, അങ്ങനെ ഒരു കുട്ടിക്ക് അപമാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി പിന്നെ വേദിയിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കണം. ആരാണ് ഈ കുട്ടിയെ കൊണ്ട് ക്ഷണിച്ചത് എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കാതെ ഇറക്കി വിട്ടാൽ തീർച്ചയായിട്ടും എനിക്കെതിരെ കേസെടുക്കണം. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു. അല്ല, അങ്ങനെ ആ കുട്ടി പറയട്ടെ. ആയിക്കോട്ടെ, ഇത് പറഞ്ഞോട്ടെ, എനിക്കെതിരെ കേസെടുത്തോട്ടെ, എന്നിട്ട് ആ മുസ്ലിയാരെ ജയിലിലിട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് കേസെടുത്തു, ശരി, എന്നിട്ട് മുസ്ലിയാരെ ജയിലിലിട്ടോ. എന്തായിരുന്നു മുസ്ലിയാർക്കെതിരെ, അത് പറഞ്ഞ മുസ്ലിയാർക്കെതിരെ എന്ത് ശിക്ഷയാണ് ബാലാവകാശ കമ്മീഷൻ കൊടുത്തത്? അല്ല, എനിക്ക് കേസെടുത്തോട്ടെ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനല്ല, ഞാൻ ശിക്ഷ ഇല്ലാത്തോടെ എന്നെ ജയിലിലിട്ടോട്ടെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഒരു മഹാപരാധത്തിന്റെ പേരിൽ KT ജലീൽ ജയിലിൽ നമ്മളെ മുൻ ലോകായുക്ത സിറിയക് ജോസഫ് ചെയ്തതുപോലെ ഏകപക്ഷീയമായി നമ്മളെ കേൾക്കാതെ ശിക്ഷ വിധിക്കട്ടെ. വടിയെടുത്തിട്ടില്ലല്ലോ അതിന്. ഒരു പ്രശ്നമില്ല, അതിന് നിങ്ങൾക്കേ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ ഏഷ്യാനെറ്റിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ മീഡിയ വണ്ണിന് പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അല്ലാതെ കുട്ടികൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എനിക്കത് പൊതുവേദിയായിട്ടല്ല തോന്നിയത്, എനിക്കൊരു ക്ലാസ് റൂം ആയിട്ടാണ് അത് തോന്നിയത്. കാരണം ആ പരിപാടി നടന്നത് ഒരു ഗവൺമെന്റ് UP സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ്. ഓരോ വളരെ സെലക്ടഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ്. ആ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളും മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. വേറെ ഒരാളും പങ്കെടുത്തിട്ടില്ല. അതെ, കാരണം നമ്മള് ഇപ്പൊ ഹിന്ദിയിൽ, അതുപോലെ തന്നെ ഇംഗ്ലീഷില്, അറബിക്ക്, ഇതിലൊക്കെ തന്നെ അവനവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കുട്ടിയോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് എഴുതാൻ പറ്റണം. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റണം എന്നുള്ള ഒരു സതുദ്ദേശത്തിലാണ് നമ്മളിത് പറയുന്നത്. അത് തിരുത്തി കൊടുത്ത ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് തിരുത്താത്തത്. മയ എന്ന് പറയുമ്പോഴും കുയി എന്ന് പറയുമ്പോഴും അല്ല, മഴയാണ്, കുഴിയാണ്. മയു എന്നുള്ളതിന് പകരം മഴുവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവര് തിരുത്തിയിരുന്നു. ഇവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നില്ല. ഒരിക്കലും അല്ല. സാഹചര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ അവര് സംബന്ധിക്കുന്ന പരിപാടികൾ, അതിൽ ഞാൻ കുട്ടികളോട് ചോദിക്കും, ഒരിക്കലും തോന്നുന്നില്ല. ബാലാവകാശ കമ്മീഷൻ എന്ത് നടപടി എടുത്താലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്കതിനെ 100% ഞാനത് അനുസരിക്കുവാനും തയ്യാറാണ്. ഞാൻ വല്ല ജാമ്യത്തിനോ മുൻകൂർ ജാമ്യത്തിനോ ഒന്നും പോകുന്ന പ്രശ്നമില്ല. ഇനിയാണ് ഈ വിഷയത്തിലെ രാഷ്ട്രീയമായ മുതലെടുപ്പ്. KT ജലീലിനെതിരെ പല തവണ മുസ്ലിം ലീഗ് ഇങ്ങനെ ഓങ്ങി നിൽക്കുകയായിരുന്നു. എവിടെയെങ്കിലും വെച്ച് പിടിക്കാൻ കഴിയുമോ എന്നുള്ള നിലയിൽ ജലീലിനെ വട്ടം പിടിച്ച് നിൽക്കുകയായിരുന്നു ഏറെ നാളായി ലീഗ്. പക്ഷെ ഇപ്പോൾ ലീഗിന് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു. MSF അടക്കമുള്ള ലീഗിലെ വിദ്യാർത്ഥി സംഘടനയായ MSF അടക്കമുള്ള സംഘടനകൾ KT ജലീലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ സമരം ശക്തമാക്കുകയാണ്, പ്രകടനവും നടത്തിയിരിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അനുമോദന വേദി
ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ, നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ മണ്ഡലം മണ്ണാർക്കാടാണ്. ആ മണ്ഡലത്തിൽ വെച്ചാണ് ജലീൽ ഇത്തരത്തിൽ മോശമായി പെരുമാറിയത് എന്ന് ആരോപണം ഉയർന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ജലീൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. ജലീലിന് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഒരു കുഴപ്പം പറ്റി, ഒരു ജാഗ്രത കുറവുണ്ടായി എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ ജലീലിന്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത വേണമായിരുന്നു. ആ കുട്ടികൾ പ്രദർശിപ്പിക്കപ്പെട്ടു, അവരെ അപമാനിക്കപ്പെട്ടു, അത് ശരിയായില്ല. അതിന് ഇവരൊക്കെ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയ രീതികളുടെ പോരായ്മയാണ് ഈ കുട്ടികളിലൊക്കെ ഇങ്ങനെ എഴുത്തും വായനയും അക്ഷരത്തെറ്റൊക്കെ വരുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് എന്റെ മണ്ഡലത്തിൽ മണ്ണാർക്കാട് ടൗണിലാണ് ഈ പരിപാടി നടന്നത്. ഒരു പ്രദേശത്തെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. വാർഡുകൾ കൂടി കൌൺസിലർമാർ നടത്തുന്ന ഒരു പരിപാടി. അതിൽ ജലീൽ കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തണമായിരുന്നു. ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുട്ടികളെ അതിൽ ഒരു ഉപകരണമാക്കുക അല്ലെങ്കിൽ കരുവാക്കുക എന്നുള്ളത് ശരിയല്ല. ആ കുട്ടികൾ വിഷ്വലൈസ് ചെയ്യപ്പെട്ടു, ആ കുട്ടികളെ ലോകം മുഴുവനും കണ്ടു. അപ്പോൾ തീർച്ചയായും ആ പ്രവൃത്തി ആ കുട്ടികൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർ ലോകത്തിന്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുകയാണല്ലോ 2 കുട്ടികളും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ശരിയായ രീതി ആയില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതിലെ ചോദ്യങ്ങളും ഒക്കെ ഒരു നാടകീയത നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ജലീലിന് എതിരായി സർക്കാർ കൃത്യമായ നിയമ നടപടികൾ എടുക്കുകയും ബാലാവകാശ കമ്മീഷന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ അദ്ദേഹത്തിന് എതിരെ കൃത്യമായ നടപടി വന്നേക്കും. പക്ഷേ അത്തരമൊരു നടപടിക്ക് സർക്കാർ മുതിരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ജലീൽ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളോ അധ്യാപകരോ അവിടെ കൂടിയിരുന്ന മറ്റ് സംഘാടകരോ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ പരാതിയുമായി വന്നിട്ടില്ല. മാത്രമല്ല അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ബാലാവകാശ കമ്മീഷനടക്കം സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. അങ്ങനെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മൊഴിയൊക്കെ എടുക്കുമ്പോഴേക്കും കേസെടുക്കുന്നത് മാത്രമല്ലല്ലോ അതിന് നടപടിക്രമം. മൊഴിയെടുക്കും, പിന്നീട് അതിന് തെളിവുണ്ടാവും, സാക്ഷികളുണ്ടാവും, അങ്ങനെ നിരവധി കടമ്പകളുണ്ട്. അപ്പോൾ ആ കടമ്പകളിലേക്ക് വരുമ്പോഴാണ് ജലീലിന് ഒരുപക്ഷെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുക. ഈ കുട്ടികളെ വിളിച്ചിട്ടാണല്ലോ പ്രാഥമികമായി ബാലാവകാശ കമ്മീഷനായാലും ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? അപ്പോൾ ഇതുവരെ കുട്ടികൾ പരാതി പറഞ്ഞിട്ടില്ല. അപ്പോൾ ജലീലിന്റെ ഒരു ആത്മവിശ്വാസം ബാലാവകാശ കമ്മീഷൻ കേസെടുത്താലും ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികളെ സമീപിക്കുമ്പോൾ, ആ സംഘാടകരെ സമീപിക്കുമ്പോൾ, കുട്ടികളുടെ മാതാപിതാക്കളെ സംഘടിപ്പിക്കുമ്പോൾ തനിക്കെതിരെ ഒരു മൊഴി പരാതിയായി അവരാരും ഇത്തരത്തിൽ ബാലാവകാശ കമ്മീഷന് മുൻപ് അടക്കമുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് മുൻപാകെയും നൽകില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ജലീൽ. അതെന്ത് തന്നെയായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.